ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. സിമ്പിളാണെങ്കിലും ആൾ പവർഫുള്ളാണ് കേട്ടോ. ഈ ചമ്മന്തി ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് മുതൽ തന്നെ ഉണ്ടാക്കി വരുന്നൊരു ചമ്മന്തിയാണ്. ചിലപ്പോൾ നിങ്ങളും പണ്ട് മുതലേ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല, കാരണം അത്രത്തോളം ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുൻപ് ചെയ്ത ചമ്മന്തിയിലൊക്കെ ചുവന്നുള്ളിയും സവാളയൊക്കെ വഴറ്റിയിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഈ ചമ്മന്തിയിൽ നമ്മൾ പച്ചക്കാണ് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 15 ചുവന്നുള്ളി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചുവന്നുള്ളി വഴറ്റി ഉണ്ടാക്കുന്ന ചമ്മന്തിയിലൊക്കെ ചുവന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് സവാള ചേർക്കാം. പക്ഷേ ഈ ഒരു ചമ്മന്തിയിൽ ചുവന്നുള്ളി തന്നെ ചേർക്കണം കേട്ടോ. കാരണം സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനിവിടെ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നെട്ടി ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകിന് പകരം കാന്താരി മുളകും എടുക്കാം കേട്ടോ. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ കാന്താരി മുളകോ വറ്റൽമുളകാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, അതായത് വാളൻ പുളി. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയും വറ്റൽമുളകും പുളിയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ചമ്മന്തി റെഡിയാക്കി എടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന ചമ്മന്തി ആണെങ്കിലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ? അതാണ് നമ്മൾ മലയാളികൾ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ഫോട്ടോസ് ഉണ്ടെങ്കിൽ FB പേജിൽ ഷെയർ ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും. അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്